ഹായ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്ക് നമ്മുടെ ജയസൂര്യയുടെ ഒരു 4-5 വർഷത്തിന് ശേഷം ജയസൂര്യയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, ആട് 3. നിങ്ങൾക്കറിയില്ല, ആട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഭയങ്കര ഫാൻസാണ്. ഞാനും ആട് എന്ന സിനിമയുടെ ഭയങ്കര ഫാൻസാണ്. ഞാൻ അവിടെ എറണാകുളത്ത് പോയാണ് പടം കണ്ടത്. അപ്പം എൻ്റെ റിവ്യൂ വരാൻ താമസിച്ച് ഞാൻ ഇപ്പം പിന്നെ നാട്ടിലേക്ക് വന്നേ ഉള്ളൂ. ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനാണ് ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത്. പടം ഒറ്റ വാക്കി പറയുകയാണെങ്കിൽ പടം ആവറേജ് പടം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. വലിയ സംഭവമൊന്നുമില്ല. നിങ്ങൾ സെക്കൻഡ് അത്ര ഒന്നും കോമഡി ഒന്നും വർക്കൗട്ടായിട്ടില്ല. നമുക്ക് എനിക്ക് പറയാനുള്ളത് പിന്നെ അതിനകത്ത് ഇത് ടൈം ട്രാവലാണ്. അപ്പോൾ ഇത് രണ്ട് കാലഘട്ടങ്ങൾ, പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. എല്ലാവരും ഒരു ഡബിൾ ഷെയ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡബിൾ ക്യാരക്ടർ എന്ന് പറയാം. അതിന് കോമഡി ഒന്നും അത്ര അങ്ങോട്ട് ചില കോമഡി നേരിച്ചിട്ടില്ല, ചളിയായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ചില കോമഡി നല്ലതാണ്. നമ്മുടെ സർവത്ത് ഷമീറിൻ്റെ കോമഡിയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ ആസ്വദിക്കുന്നുണ്ടാകും. പിന്നെ ആർക്കും അങ്ങോട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പുതിയ പുതിയ ക്യാരക്ടറൊക്കെ വന്നത്, ആ ക്യാരക്ടറൊക്കെ എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല. കാരണം അതൊന്നും അങ്ങോട്ട് ഈ മറ്റേ എന്നാ ഫക്രുവോ ആ പുള്ളിക്കാരനൊക്കെ വന്നിട്ട് എന്താ പുള്ളിക്കാരനൊക്കെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള അവരാണ് എനിക്ക് തോന്നിയത്. അതിനകത്ത് എനിക്ക് അതിനകത്ത് അടുത്ത് പറയാനുണ്ട് നമ്മുടെ സാത്ത സീവർ, അതായത് സണ്ണിവേൻ്റെ ക്യാരക്ടർ ഭയങ്കര വെറുപ്പിയതാണ് എനിക്ക് തോന്നിയത്. ഭയങ്കര ആരോഗ്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് വിനായൻ്റെ ചില സീനൊക്കെ എനിക്ക് ആരോഗ്യമായിട്ട് തോന്നി. മൊത്തത്തിൽ എല്ലാവരുടെയും സീനൊക്കെ ചില ഭാഗത്തൊക്കെ ഭയങ്കര പാളിച്ചൊക്കെ വന്നു. പിന്നെ പടം 3 മണിക്കൂറിനോളം അടുത്തുണ്ട്. ഫസ്റ്റ് ഹാഫ് 1.5 മണിക്കൂറാണ്. പടം അത്ര നീട്ടുണ്ടായിരുന്നു. പണം അത്ര നീട്ടിയതാണ് പ്രശ്നമായി പോയി. അല്ലാതെ 2 മണിക്കൂറും 10 മിനിറ്റ് കൂടെ ആയിരുന്നെങ്കിൽ ആൾക്കാർ എങ്ങനെയെങ്കിലും കണ്ടു തീർത്തന്നെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല. ഇത് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എറണാകുളത്ത് പോയ പടം കണ്ടത്. അപ്പം പടം നിങ്ങൾക്കറിയാലോ, ഇത് ഈ പടത്തിന് ഭയങ്കര ഫാൻസാണ്. ഞാനും ആ പടത്തിൻ്റെ ഫാൻസാണ്. അതുകൊണ്ട് ആ പടത്തിന് ആളുണ്ടാകുന്നത് ഫസ്റ്റ് ഡേ നല്ല കളക്ഷൻ കിട്ടും. പക്ഷെ നമ്മൾ വിചാരിച്ച കണക്ക് പടം വന്നിട്ടില്ല. മിഥുൻ മാനുവൽ തോമസ് നമ്മൾ വിചാരിച്ച കണക്കല്ല പടം കൊണ്ടുവന്നിരിക്കുന്നത്. വലിയ കോമഡി ഒന്നും ഇതിനകത്തില്ല. പിന്നെ ട്രെയിൻ ട്രാവലാണ്ട് അതിൻ്റെ രീതിക്കൊക്കെയാണ് പോയിരിക്കുന്നത്. പിന്നെ കഥയൊക്കെ ഉണ്ട്, പക്ഷേ കഥ എനിക്ക് അങ്ങോട്ട് ക്ലിക്കായിട്ടില്ല. എന്നെ അത് മനസ്സിലായില്ല. എല്ലാവർക്കും ഒന്നും മനസ്സിലാകുമെന്ന് തോന്നുന്നില്ല, ചിലർക്കൊക്കെ മനസ്സിലാവും. പിന്നെ അതിനകത്ത് പറയാനുള്ളത് ഈ ഫസ്റ്റ് ഹാഫ് ഇച്ചിരി നമ്മളെ ഇരുത്തി ബോറടിപ്പിക്കുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് പടം ഇച്ചിരിയൊക്കെ സെറ്റാകുന്നത്, ക്ലൈമാക്സ് ഒക്കെ. പക്ഷേ ക്ലൈമാക്സ് പെട്ടെന്നായി പോവുകയാണ്. ക്ലൈമാക്സ് തീരും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് എനിക്ക് പടം മൊത്തത്തിൽ ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചിടക്കും പടം വന്നിട്ടില്ല. ഞാൻ ഭയങ്കര പ്രതീക്ഷയോടാണ്. അപ്പോൾ ആട് എൻ്റെ അകത്തെ നായകൻ ജയസൂര്യയുടെ ആ ലുക്കൊക്കെ പിടിച്ചാണ് എറണാകുളം ഞാൻ തിയേറ്ററിൽ പോയത്. അവിടെ നമുക്ക് ടിക്കറ്റൊക്കെ പ്രൊഡ്യൂസറാണ് നമുക്ക് ടിക്കറ്റ് തന്നത്, വിജയഭവനാണ് ടിക്കറ്റൊക്കെ തന്നത്. നമ്മളതിൻ്റെ റിവ്യൂ ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഒരു അഭിപ്രായമാണ് നമുക്ക് വ്യക്തിപരമായിട്ട് പറയേണ്ടത്. നമ്മുടെ ചാനൽ ഇടാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞൊരു ഇതാണ്. സത്യം പറഞ്ഞാൽ ആവറേജേ ഉള്ളൂ. നിങ്ങൾ പോയി കാണുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയും. പക്ഷേ ഫാമിലിക്ക് ഇഷ്ടപ്പെടും, ഫാമിലി കയറി കാണും പടം. പിള്ളേർക്കും ഇഷ്ടപ്പെടും, ചിരിക്കാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ സെക്കൻഡ് അത്രയൊന്നും ചിരിക്കാനുള്ളതൊന്നും ഇല്ല, നമ്മൾ പ്രതീക്ഷണൊക്കെ ഒന്നുമില്ല. പിന്നെ അതിൻ്റെ 4ാമത്തെ പാട്ട് വരുന്നുണ്ട്. ഈ സിനിമയുടെ തന്നെ സെക്കൻഡ് പാട്ട് വരുന്നത്, മൊത്തത്തിൽ എടുക്കാൻ 4ാമത്തെ പാട്ട് വരുന്നുണ്ട്. ഈ സിനിമയുടെ സെക്കൻഡ് പാട്ടായിട്ട് ഇനി വരുന്നുണ്ട്. അങ്ങനെയാണ് കൊണ്ട് നിർത്തിയിരുന്നത്. പക്ഷേ ഞാൻ പ്രതീക്ഷയാണ് പടം വന്നില്ല. നിങ്ങൾ പോയി കാണും, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ പോയി കണ്ടിട്ട് പറയാം. ഓക്കെ.